സംസ്ഥാനത്ത് നടുക്കുന്ന ഒരു വാർത്ത വരികയാണ്. ആരോഗ്യമേഖലയിലെ അനാസ്ഥ സംബന്ധിച്ച നടുക്കുന്ന ഒരു വാർത്ത. വയറ്റിൽ കത്രികയുമായി ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫ് ജീവിച്ചത് 5 വർഷമാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെയാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയത് എന്നാണ് സംശയം. മൂത്രത്തിൽ കല്ലെന്ന ഡോക്ടേഴ്സിന്റെ വാക്ക് വിശ്വസിച്ച് കഠിന വേദന പേറേണ്ടി വന്നത് 5 വർഷത്തോളമാണ്. വയറ്റിൽ കുടുങ്ങിയ കത്രിക കണ്ടെത്തിയത് എക്സ്റേയിൽ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയിൽ കത്രിക കണ്ടെത്തിയില്ലെന്ന് ഉഷ ജോസഫ് 24നോട് പറഞ്ഞു. 2021 എനിക്കിങ്ങനെ വയറ് വീർത്ത് വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു മുഴയാണെന്ന് പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ലളിതാംബിക ഡോക്ടറായിരുന്നു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുണ്ട്. അന്ന് മെയ് 5-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയറുവേദനയൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ വരുമ്പോൾ ഞാനത് കൂട്ടാക്കാതെ ഓരോ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുകയും മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരാഴ്ച രാവിലെ ഞാനും എൻ്റെ മോനും മോളുമായിട്ട് രാവിലെ പോയി എക്സ്റേ എടുത്ത് എക്സ്റേയിലാണ് ഇത് കണ്ടത്. സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിച്ചു. കത്രിക ഉൾപ്പെട്ടിരിക്കുന്ന എക്സ്റേയുടെ ഇന്ന് എൻ്റെ ഡിസ്ചാർജ് ചെയ്ത കടലാസുകളും പേപ്പറുകളും എല്ലാം ഉണ്ടായിരുന്നു. ആ പേപ്പറുകളെല്ലാം കാണിച്ച് ഈ സ്കാനിങ് കാണിച്ച് എക്സ്റേ എടുത്ത എല്ലാം കാണിച്ച്. ഈ വണ്ടാനത്തെ അന്ന് 2021 ഓപ്പറേഷൻ നടത്തിയല്ലോ, അതിനുശേഷം വേറെ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഓപ്പറേഷത്തിന്റെ ഇതൊന്നും വന്നിട്ടില്ല. വല്ലൊരു പനി വരും, അങ്ങനെ മരുന്ന് മേടിക്കുന്ന അല്ലാതെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും. പിന്നെ ഞാൻ ഇതിങ്ങനെ കൊണ്ടു നടന്നു, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നലെയാണ് എനിക്കിത് ടെൻഷൻ ആയത്. ഈ 5 വർഷത്തിനിടയ്ക്ക് നമ്മൾ വേറൊരിടത്തുനിന്ന് എക്സ്റേ MRI സ്കാൻ ഒന്നും എടുത്തിട്ടില്ല? ഇല്ല. അല്ല, ഈ 5 വർഷം ഇത് വയറ്റിൽ മുമ്പാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. അതിനുശേഷം എക്സ്റേയോ കാര്യങ്ങളോ എന്തെങ്കിലും ഓപ്പറേഷണൽ എക്സ്റേയോ മറ്റോ എന്തെങ്കിലും എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. ഈ എക്സ്റേ എടുക്കണം. ഇപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ എക്സ്റേ എടുക്കുന്നത്. നമ്മൾ ഈ വേദന ഉണ്ടെന്ന് പറഞ്ഞ പല ആശുപത്രികളിൽ പോയില്ലേ? ഓരോ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് കഴിക്കും, വേദന കുറയും, പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും. അന്ന് ഒരു ഡോക്ടർമാരും സ്കാനിങ് ഒന്നും കുറിച്ച് തന്നിട്ടില്ല. ഇപ്പൊ ഈ നാസർ ഡോക്ടറാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എക്സ്റേ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞതും നാസർ ഡോക്ടർ. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിനി, 5 വർഷം മുൻപ് നടന്ന ശസ്ത്രക്രിയയാണ്. അതിനുശേഷം ഒരു ശസ്ത്രക്രിയ നടന്നിട്ടില്ല എന്ന് വീട്ടമ്മ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ വേദനയുമായി ആശുപത്രിയിൽ പോയ ഘട്ടത്തിലൊന്നും ഒരു ഡോക്ടർ പോലും ഇത്തരത്തിലൊരു എക്സ്റേയോ ഒരു സ്കാനിങ് അതിനൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നുകൂടിയാണ് അശ്വിൻ. കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. 2021 മെയ് 5-നാണ് ഉഷ കഠിനമായ വയറുവേദനയെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടുന്നത്. പിന്നീട് അവിടെ നടത്തിയ പരിശോധനയിൽ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ട് എന്ന് കണ്ടെത്തി. ആ മുഴ നീക്കം ചെയ്യാനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഒരു ശസ്ത്രക്രിയ മെയ് 5-ന് നടന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർന്നുള്ള നാളുകളിലാണ് വീണ്ടും ഈ വയറുവേദന കലശലായത്. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പിന്നീടും ഈ വയറുവേദന വലിയ തോതിൽ ഉണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. അന്ന് പറഞ്ഞത് മൂത്രത്തിൽ കല്ലാവാം എന്നുള്ള ഒരു ന്യായീകരണമാണ് അന്ന് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മെയ് 2021 ഉഷയെ ശസ്ത്രക്രിയ ചെയ്തത് അന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ലളിതാംബികയാണ് എന്ന ഉഷ തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഈ വണ്ടാനത്ത് തന്നെ ചികിത്സിച്ചിട്ടും വയറുവേദന മാറാത്തതിനെ തുടർന്ന് പല സ്വകാര്യ ക്ലിനിക്കുകളിലടക്കം ഉഷ ചികിത്സ നടത്തിയിരുന്നു. അപ്പോഴെല്ലാം മറ്റ് ചില സംശയങ്ങളാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും എക്സ്റേയോ മറ്റ് MRI സ്കാനോ ഒന്നും മറ്റ് ഡോക്ടേഴ്സ് ഒന്നും റെഫർ ചെയ്തിരുന്നില്ല. പിന്നീട് മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിനൊപ്പം രക്തം കൂടി വരുന്ന സാഹചര്യം, അങ്ങനെ കഠിനമായ വേദന വീണ്ടും ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസമാണ്, അതായത് 18-ാം തീയതി ഇന്നലെയാണ് ഒരു എക്സ്റേക്ക് ഒരു സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ, ആലപ്പുഴയിലെ തന്നെ ഡോക്ടർ നാസർ റെഫർ ചെയ്യുന്നത്. അങ്ങനെ വണ്ടാനത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ലാബിൽ എക്സ്റേ എടുക്കുന്നു. ആ എക്സ്റേയിലാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം കണ്ടെത്തുന്നത്. നമുക്ക് ആ എക്സ്റേയുടെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ വ്യക്തമായി കാണാവുന്നത് ഒരു മെഡിക്കൽ ഉപകരണം, അതായത് ഒരു കത്രിക വയറ്റിൽ കൃത്യമായി തന്നെ കിടക്കുന്നത് ആ എക്സ്റേയുടെ പകർപ്പിൽ എക്സ്റേയിൽ നമുക്ക് കൃത്യമായി കാണാനാകുന്നുണ്ട്. അപ്പോഴാണ് ഈ 5 വർഷം ഈ വയറ്റിൽ കത്രികയുമായാണ് താൻ നടന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വസ്തുത ഉഷ പോലും തിരിച്ചറിയുന്നത്. പലപ്പോഴും വേദന അനുഭവപ്പെട്ടെങ്കിലും അത് മൂത്രത്തിൽ കല്ലോ മറ്റോ ഒക്കെ ആയിരിക്കാം എന്ന ഡോക്ടർമാരുടെ ആശ്വാസവാക്കുകളിൽ ഉഷ മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ സംഭവത്തിൽ വലിയ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാന പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ എക്സ്റേ റിസൾട്ടുമായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉഷ ചെന്നു. ഉഷയോട് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച
ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക പുറത്തെടുത്ത് തരാം എന്നുള്ളതാണ്. അപ്പോഴും വണ്ടാനത്ത് നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ കത്രിക മറന്നു വെച്ചത് എന്നുള്ള ഒരു കാര്യം ആശുപത്രി അധികൃതർ തുറന്ന ഉഷയോട് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ പലകുറി PROയും വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ വിഷയമായി പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നുള്ള മറുപടിയാണ് സൂപ്രണ്ടിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. PRO ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇതിനുശേഷം 2021 ശേഷം ഒരാശുപത്രിയിൽ ഇവർ ചികിത്സയ്ക്കായി പോയിട്ടില്ല. ഒരാശുപത്രിയിൽ ഇവർ ശസ്ത്രക്രിയ മറ്റൊന്നും നടത്തിയിട്ടില്ല. ഈ 2021 അവസാനം ഒരു ശസ്ത്രക്രിയ നടത്തിയത് വണ്ടാനത്ത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.